രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ACCയിൽ പരാതികളുടെ പെരുമഴ. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്നാണ് സൂചന. രാഹുലിനെതിരെ ACCക്ക് ലഭിച്ച പരാതികൾ സംസ്ഥാന നേതൃത്വത്തിന് കൈമാറി. അതേസമയം പരാതികളിൽ കരുതലോടെ പ്രതികരിക്കാനാണ് KPCC നേതൃത്വത്തിന്റെ നീക്കം. പലവട്ടം ആരോപണങ്ങളുണ്ടായിട്ടും നേതാവിനെ സംരക്ഷിച്ചു നിർത്തിയെന്നും ഒരു വിഭാഗം നേതാക്കൾ. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും പ്രജിത് മോഹനൻ ചേരുകയാണ്. പ്രജിത്ത്, കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി പെൺകുട്ടികൾ രംഗത്ത് വരുന്നു, യുവതികൾ രംഗത്ത് വരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ വെട്ടിലായിരിക്കുകയാണ് ACC നേതൃത്വം അപ്പാടെ. കാരണം അത്രത്തോളം പരാതി പ്രവാഹമാണ് നേതൃത്വത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അതുകൊണ്ട് തന്നെ ഈ ഒരു തരത്തിലുള്ള നിർദ്ദേശമാണ് KPCC നേതൃത്വത്തിന് നൽകിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തിന് രാഹുലിനെ മാറ്റാനുള്ള നീക്കം തന്നെയാണോ അണിയറയിൽ നടക്കുന്നത്? KP, നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പരാതികൾ AICC നേതൃത്വത്തിന് പരാതികൾ ഇപ്പോൾ ലഭിച്ചവ മാത്രമല്ല, നേരത്തെ ലഭിച്ച വിവിധ പരാതികളുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ പരാതികൾ എല്ലാം ആണ് ഇപ്പോൾ KPCC നേതൃത്വത്തിന് ഒരുമിച്ച് കൈമാറിയിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഈ ആരോപണങ്ങളിൽ പരിശോധിച്ച് നടപടിയെടുക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതും മനസ്സിലാക്കുന്നുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് വെറുമൊരു നേതാവല്ല, കോൺഗ്രസിൽ ഇരട്ട പദവി വഹിക്കുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് അദ്ദേഹം MLA യുമാണ്, അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനുമാണ്. അപ്പോൾ രാഹുലിനെതിരായ വിവിധ പരാതികൾ, നേരത്തെ പെൺകുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള പരാതികളുണ്ട്. അതോടൊപ്പം തന്നെ ഈ യൂത്ത് കോൺഗ്രസിലെ സാമ്പത്തിക തിരിമറിയുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ നിലനിൽക്കുന്നു, സംഘടനാപരമായിട്ടുള്ള ചില പരാതികൾ നിലനിൽക്കുന്നു. അപ്പോൾ ഇത്തരം പരാതികളെല്ലാം ഒരുമിച്ചാണ് ഇപ്പോൾ KPCC നേതൃത്വത്തിന് AICC കൈമാറിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ വിഷയങ്ങളിൽ കരുതലോടെ പ്രതികരിക്കാൻ തന്നെയാണ് KPCC നേതൃത്വം മുന്നോട്ട് പോകുന്നത്. പരസ്യമായിട്ടുള്ള പ്രതികരണങ്ങൾ തൽക്കാലം വേണ്ട എന്നുള്ളതാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം, അല്ലെങ്കിൽ നൽകിയിട്ടുള്ള ഒരു പൊതുധാരണ എന്നുള്ളതാണെങ്കിലും ഏതെങ്കിലും നേതാക്കൾ അത് മറികടന്ന് പരസ്യ പ്രതികരണം നടത്തുമോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. കോൺഗ്രസിന്റെ ശീലം അത് തന്നെയാണ്. കോൺഗ്രസിന്റെ ശീലം അത് തന്നെയാണ്. കാരണം ഇന്നലെ ഈ നടിയുടെ വെളിപ്പെടുത്തൽ പ്രതിപക്ഷ നേതാവിനോട് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഒരു നേതാവിനോട് ഇത് സംബന്ധിച്ച് പരാതി പറഞ്ഞപ്പോൾ അത് അവന്റെ മിടുക്കാണ് എന്ന രീതിയിലുള്ള പരാമർശമാണ്, മറുപടിയാണ് ലഭിച്ചത് എന്ന് പറഞ്ഞു. പക്ഷേ അത് ആര്, എപ്പോൾ എന്ന ചോദ്യത്തോട് ഒഴിഞ്ഞു മാറുകയാണ് റിനി ചെയ്തത്. അതുകൊണ്ട് തന്നെ ACC നേതൃത്വം നടപടി സ്വീകരിക്കുമ്പോൾ KPCC നേതൃത്വത്തിന്റെ മൗനത്തിനും അത്രത്തോളം അർത്ഥവുമുണ്ടല്ലേ? KP ഉണ്ട്. കാരണം കഴിഞ്ഞ ദിവസം തന്നെ ആ വിഷയങ്ങളിൽ നടി വ്യക്തത വരുത്തി, അല്ലെങ്കിൽ നടി കാര്യങ്ങൾ പറഞ്ഞതാണ്. ഒന്ന്, ഈ പരാതിയുമായി ചിലരെ സമീപിച്ചപ്പോൾ ആ പൊയ്മുഖങ്ങൾ തകർന്നു വീണു എന്ന രീതിയിലാണ് അവർ അത്തരമൊരു മറുപടി അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോഴും ഈ ആരോപണ വിധേയനായ യുവനേതാവ് ആരെ എന്നുള്ള കാര്യത്തിൽ നടി ഒരു വ്യക്തത വരുത്തിയിട്ടില്ല, അല്ലെങ്കിൽ ആ പേര് തുറന്ന് സമ്മതിച്ചിട്ടില്ല. പക്ഷേ BJPയും CPM ഒക്കെ ഇത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന രീതിയിലുള്ള ഒരു പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. BJP രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നുള്ള ആവശ്യങ്ങൾ വരെ മുന്നോട്ട് വെച്ച് കഴിഞ്ഞു. അപ്പോൾ ശക്തമായ പ്രതിഷേധം നടിയുടെ ആരോപണത്തിൽ പറയുന്ന, നടി സൂചിപ്പിക്കുന്ന യുവനേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന വിധത്തിലുള്ള പ്രതിഷേധം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരോപണങ്ങളുമായി BJPയും CPMും രംഗത്ത് വരുന്നു. അതോടൊപ്പം തന്നെയാണ് കോൺഗ്രസിൽ ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ളൊരു നടപടി വേണമെന്ന ഒരു വിഭാഗം ആവശ്യം ഉയർത്തി കഴിഞ്ഞു. നേരത്തെ തന്നെ പലതവണ പലവിധമായിട്ടുള്ള ആരോപണങ്ങൾ വന്നപ്പോഴും യുവനേതാവിനെ സംരക്ഷിച്ചു നിർത്തിയത് പാർട്ടിയിലെ ചില ഉന്നതരായിട്ടുള്ള നേതാക്കളാണ് എന്നുള്ളതാണ് ഈ മറുപക്ഷം ആരോപണം ഉന്നയിക്കുന്നത്. പലവട്ടവും മറ്റ് കോൺഗ്രസ് നേതാക്കളും ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ നേതൃത്വം മൗനം പാലിച്ചു, അല്ലെങ്കിൽ ശക്തമായൊരു നടപടി സ്വീകരിക്കാൻ തയ്യാറായില്ല. അതിന് കാരണം യുവനേതാവിൻ്റെ ഗോഡ് ഫാദേഴ്സിന് പാർട്ടിയിലുള്ള സ്വാധീനമാണ്, അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തിലുള്ള പിടിയാണ് എന്ന രീതിയിലുള്ള ആരോപണങ്ങളുമൊക്കെ ഉയരുന്നുണ്ട്. എന്തായാലും മുഖം രക്ഷിക്കണമെങ്കിൽ ഇനിയെങ്കിലും ഈ നേതാവിനെതിരെ നടപടി വേണമെന്നുള്ള ആവശ്യമാണ് ഉയരുന്നത്. അപ്പോൾ രണ്ട് സ്ഥലങ്ങളിൽ നിന്ന്, അതായത് ഒന്ന് ദേശീയ തലത്തിൽ നിന്ന് ഒരു കൂട്ടം പരാതികൾ KPCC നേതൃത്വത്തിന് കൈമാറുന്നു. അതോടൊപ്പം തന്നെ സംസ്ഥാന കോൺഗ്രസിലെ ഒരു വിഭാഗം പ്രമുഖ നേതാക്കൾ ഈ യുവനേതാവിനെതിരെ നടപടി വേണമെന്നുള്ള ഒരു ആവശ്യവുമായി മുന്നോട്ട് വരുന്നു. അപ്പോൾ ഏത് വിധത്തിലുള്ള ഒരു നിലപാട് KPCC നേതൃത്വം സ്വീകരിക്കുമെന്നുള്ളത് അറിയേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പൊക്കെയും അടുത്ത ഘട്ടത്തിൽ മുഖം രക്ഷിക്കാനുള്ള ഒരു നീക്കം എന്ന രീതിയിൽ രാഹുലിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തിൽ നിന്ന് മാറ്റുക, അത്തരത്തിൽ താൽക്കാലികമായി ഒരു മുഖം രക്ഷിക്കൽ നടപടികളിലേക്ക് പോവുക, അത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ?
അത് തന്നെയാണ് കാരണം കാരണം ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആണ്. അപ്പോൾ MLA സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിക്കുക എന്നൊരു നിലപാടിലേക്ക് കോൺഗ്രസ് ഇപ്പോൾ പോകുമോ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഒന്ന് തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്, അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു കയറിയിട്ട് അധിക കാലമായിട്ടുമില്ല. ഒപ്പം മാത്രമല്ല പാർട്ടി ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിലൂടെ നേടിയെന്ന് അവകാശപ്പെടുന്ന ഒരു സീറ്റ് കൂടിയാണ്. അപ്പോൾ അത്തരം വിഷയങ്ങൾ അവിടെ നിൽക്കുന്നു. അതേസമയം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുലിനെ മാറ്റണമെന്നുള്ള ആവശ്യം കഴിഞ്ഞ കുറേ കാലമായി പാർട്ടിയിൽ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇരട്ട പദവിയാണ് രാഹുൽ വഹിക്കുന്നത് എന്നുള്ള ചൂണ്ടിക്കാട്ടിയാണ് അടുത്ത യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാകാൻ പക്കം കാത്തിരിക്കുന്ന നേതാക്കൾ അടക്കമുള്ളവർ ഈ വിഷയമുയർത്തി പലതവണ നേതൃത്വത്തെ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വിവിധ തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നു. AICC നേതൃത്വത്തിന് ലഭിച്ചിട്ടുള്ള പരാതികളിൽ പരിശോധന നടത്തണമെന്ന് AICC നേതൃത്വം തന്നെ സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെടുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ പ്രാഥമികമായി തന്നെ രാഹുലിനെ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താനുള്ള സാധ്യതയാണ് ഈ ഘട്ടത്തിൽ കാണുന്നത്. അതിനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ഒരു പക്ഷേ കൂടുതൽ നാണക്കേട് ഉണ്ടാക്കുന്നതിന് മുൻപ്, കൂടുതൽ പരാതികൾ പുറത്തു വരുന്നതിന് മുൻപ്, കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്തു വരുന്നതിന് മുൻപ് രാഹുലിനെ മാറ്റണം എന്നുള്ളൊരു ആവശ്യം ഒരു വിഭാഗം നേതാക്കൾ ഉന്നയിച്ച് തുടങ്ങിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ കുറേ കാലമായി രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളുണ്ട്, അദ്ദേഹത്തിൻ്റെ സമീപനങ്ങളുണ്ട്, അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഇപ്പോൾ വന്നിട്ടുള്ള തുടർച്ചയായി വരുന്ന വെളിപ്പെടുത്തലുകൾ. ഒരു നടിക്ക് പിന്നാലെ ഒരു എഴുത്തുകാരി കൂടി ഇപ്പോൾ ഒരുതരം വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വന്നിരിക്കുന്നു. അപ്പോൾ തുടർച്ചയായി രാഹുലിനെതിരായ ഇത്തരം ആരോപണങ്ങൾ അത് പാർട്ടിക്കുണ്ടാക്കുന്നത് വലിയ കളങ്കമായിരിക്കുമെന്നും പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാർക്കിടയിൽ വലിയ എതിർപ്പ് കോൺഗ്രസിനെതിരെയോ അല്ലെങ്കിൽ രാഹുലിനെതിരെ ഉണ്ടായിരുന്ന എതിർപ്പ് അത് പാർട്ടിക്ക് ദോഷകരമായി ബാധിച്ചേക്കാം തുടങ്ങിയിട്ടുള്ള വിലയിരുത്തലുകളും ഒക്കെ നടത്തുന്ന നേതാക്കളുണ്ട്. അപ്പോൾ ഒരു മുഖം രക്ഷിക്കൽ നടപടി അത്യന്താപേക്ഷിതമാണ് എന്നുള്ള അഭിപ്രായം കോൺഗ്രസിൽ ഉയർന്നു കഴിഞ്ഞു. ഒരു പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ അത്തരമൊരു പ്രഖ്യാപനത്തിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. എങ്കിലും കോൺഗ്രസ് ആണ് ഈ പറയുന്ന രീതിയിൽ രാഹുലിനെ സംരക്ഷിച്ചു നിർത്തുന്ന നേതൃത്വമുണ്ട്. അവർ ഏത് സമീപനം സ്വീകരിക്കുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. KP AICC നേതൃത്വത്തിന്റെ പരാതി പ്രവാഹമാണ്. മുഖം രക്ഷിക്കാനുള്ള ഒരു നീക്കം എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് നീക്കാനുള്ള ഒരു സാധ്യതയാണ് മുന്നിലുള്ളത്. അതേസമയം തന്നെ KPCC നേതൃത്വം ഇപ്പോഴും മൗനം തുടരുകയാണ്. പ്രജിത് മോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.